മിക്ക കാര്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ ഭയപ്പെടുന്ന സ്വഭാവം ഒഴിവാക്കുക. ഭയം നിങ്ങളുടെ മുൻപോട്ടുള്ള ഏതൊരു പാതയിലും തടസ്സം സൃഷ്ടിക്കും. നമ്മൾ ഒരു വ്യക്തിയെയോ സാഹചര്യത്തെയോ ഭയപ്പെടരുത്. കാരണം നമ്മുടെ പ്രതികരണമില്ലാതെ ഒന്നിനും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആവശ്യമുള്ളിടത്ത് ആവശ്യത്തിനു മാത്രം പ്രതികരിക്കുക. നിങ്ങളുടെ ആവേശങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള പക്വത നേടാൻ ശ്രമിക്കുക. ചതികൾ വേദനാജനകമാകുന്നത് അത് ശത്രുക്കളിൽ നിന്നും അനുഭവിക്കുമ്പോഴല്ല, മറിച്ച് വേണ്ടപ്പെട്ടവരിൽ നിന്നും ഉണ്ടാവുമ്പോഴാണ്. മിണ്ടാൻ ആരുമില്ലാത്തപ്പോൾ തേടി വരുന്നവരെയല്ല, മറിച്ച് മിണ്ടാൻ ഒരുപാട് പേർ ഉള്ളപ്പോഴും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെയാണ് ചേർത്തു പിടിക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ അവിടെയാണ് സമാധാനമുണ്ടാകുന്നത്. നമുക്കൊരു വീഴ്ച സംഭവിച്ചാൽ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകരുത്. നമ്മൾ എങ്ങനെ വീണുപോയി എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കൊരിക്കലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല. എല്ലാത്തിനും ഉപരിയായി ഒരു കൊച്ചു ലക്ഷ്യമെങ്കിലും നമുക്കുണ്ടാവണം. ആ ലക്ഷ്യം വ്യക്തമായിരിക്കണം. ലക്ഷ്യബോധത്തോടു കൂടിയ നമ്മുടെ പ്രവൃത്തികൾ വിജയതീരമണിയുവാൻ നമ്മളെ പ്രാപ്തരാക്കും. ജീവിതം സന്തോഷപ്രദമാക്കി തീർക്കാനുള്ള ഏക വഴി മനസ്സിനെ എല്ലായ്പ്പോഴും ശുഭചിന്തകൾ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ്. വളർന്നു വരുന്ന നഖങ്ങൾ കളയാൻ നമ്മൾ വിരലുകൾ വെട്ടാറില്ല. അതുപോലെ തെറ്റിദ്ധാരണ ഉണ്ടായാൽ നമ്മൾ വാശി ഒഴിവാക്കുക, മറിച്ച് ബന്ധം മുറിച്ച് കളയരുത്. ഒരിക്കലും നമ്മൾ തെറ്റുകളെ കൂടെ കൊണ്ട് നടക്കരുത്. തെറ്റുകൾ എന്നും നമ്മുടെ കാൽക്കീഴിൽ നിർത്തണം. എന്നിട്ട് അത് നമ്മുടെ ചവിട്ടുപടികളായി ഉപയോഗിക്കുക. ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം ഒന്നും നേടാനാകില്ല. അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക തന്നെ വേണം. ഒന്നും വെറുതെ ഇരുന്ന് നേടാനാകില്ല. സ്നേഹം മനോഹരമാണ്, കാരണം അത് ഹൃദയത്തിൽ നിന്നും വരുന്നു. എന്നാൽ സൗഹൃദം അതിമനോഹരമാണ്, അത് മറ്റൊരു ഹൃദയത്തോടുള്ള കരുതലാണ്. ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ശത്രുക്കളുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല, തളർത്തുകയുമില്ല. എന്നാൽ അത്തരം പ്രതികൂല സന്ദർഭങ്ങളിൽ മിത്രങ്ങളെന്ന് നടിക്കുന്നവരുടെ മൗനം നിങ്ങളെ തീർച്ചയായും നിരാശപ്പെടുത്തും, നിങ്ങളെ ദുർബലപ്പെടുത്തും. ഒരു വ്യക്തിയുടെ യഥാർത്ഥ ജീവിതം കടന്നു പോകുന്നത് സ്വന്തം മനസ്സിൽ കൂടിയാണ്. അത് അവനവന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അതിനിടയിലുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് അവരുടെ വാക്കുകളും പ്രവൃത്തികളും. ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത്. നിങ്ങൾ ചോദിച്ച ഒരു കാര്യത്തെക്കുറിച്ച് മറ്റൊരാൾ മുഴുവനായും പറഞ്ഞു തന്നില്ല എങ്കിൽ നിശബ്ദത പാലിച്ച് അവരുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുക. എങ്കിൽ വീണ്ടും അവർ കൂടുതൽ കാര്യങ്ങൾ പറയും. കുടുംബമാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. നമ്മൾ പലതും ചെയ്യുന്നത് പോലെ ചിലതൊക്കെ ചെയ്യാതിരുന്നാലും മാത്രമേ കുടുംബബന്ധം നിലനിൽക്കുകയുള്ളൂ. വിശ്വാസം എന്നത് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റിയ ഒന്നല്ല. പങ്കാളിയോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്താൽ മാത്രമേ വിശ്വാസം നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ തകർന്നു പോകുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ പോലും ആത്മവിശ്വാസം കൈവിടരുത്. കഴിഞ്ഞതൊക്കെ ഒരു അത്ഭുതമായി തോന്നുന്ന വിധത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയം എന്നൊന്നില്ല. പരാജയവും ഒരു യാഥാർത്ഥ്യമാണ്. പരാജയപ്പെടാതെ വിജയിച്ച ഒരു വ്യക്തിയും ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ബുദ്ധിമാൻ ഏതൊരു തർക്കത്തെയും നിശബ്ദത കൊണ്ട് നിയന്ത്രിക്കുന്നു.